ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യാവന്ദനം 12ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ കീർത്തനം പറയാം. ഇത് വളരെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിപ്പിച്ച ഒരു നല്ല സുന്ദരമായ കീർത്തനമാണ്. ഭഗവാന്റെ ചരിത്രമാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. പക്ഷേ അത് സുന്ദരമായ ഒരു കവിതയാണ്. അത് പറയാം. എന്നുള്ളിൽ മിന്നുന്ന പൊന്നുണ്ണി കൃഷ്ണ, നിന്നെ ഞാനെന്നുമേ കാണേണം കൃഷ്ണ. നിന്നിലലിയേണം എന്നുള്ളം കൃഷ്ണ, നീയല്ലാതൊരുവരും തുണയില്ലേ കൃഷ്ണ. മന്നിൽ മഹാവിഷ്ണു തന്നവതാരം, ഒന്നല്ല രണ്ടല്ല അനേകമെന്നാലും, നിന്നോളം സൗന്ദര്യം ആർക്കുള്ളു പോറ്റി, നിന്നിൽ താനാനന്ദം ആർക്കുമേ കൃഷ്ണ. ബാലനായി ലീലകളാടി നടന്ന കാലങ്ങൾ കരളിൽ കുളിർ കോരുന്നീതിന്ന, ബാലോചിത ശീലങ്ങളുമൊന്നല്ലഹോ നിൻ ജാലങ്ങളുമോർക്കും നേനെന്നുണ്ണി കൃഷ്ണ. അമ്മമാർക്കോമന കുഞ്ഞായ നീതാൻ, ദുർമദാന്ധന്മാർക്കോരന്തകനായും, ചിന്മയാ നിൻ ജന്മം മനുജർക്കു കാട്ടി, നിന്നാനന്ദം എന്നുമേ കൃഷ്ണ. അമ്മ തന്നുത്സംഗം ഏറിയിരുന്ന നന്മുഖം നോക്കി നൽപുഞ്ചിരി തൂകി, അമ്മിഞ്ഞപ്പാൽ നുകർന്നുല്ലസിച്ചിടും നിൻമുഖമെന്നുള്ളിൽ കാണേണം കൃഷ്ണ. പൈനെ കാലേ കറക്കും മാതാവിൻ മെയ്യോടുമെയ് ചേർന്നു നിന്നു സരസം, കൈയിലെ പാത്രത്തിൽ പാലിനായി കൊഞ്ചും നീ എന്നുമെന്നുള്ളിൽ വാഴേണം കൃഷ്ണ. ഗോപി പീലിത്തിരുമൂടി കെട്ടിച്ചിലങ്ക കാലിലണിഞ്ഞുണ്ണിക്കോണകം ചാർത്തി, കാലിക്കിടാങ്ങളുമായൊത്തു കളിക്കും കോലമെന്നുള്ളത്തിൽ കാണേണം കൃഷ്ണ. ഗോപിമാർ വീടുകൾ തോറും നടന്ന് പാൽവെണ്ണയൊക്കെ കവർന്നു ഭുജിച്ചും, നീരസമവരുള്ളിൽ ചേർത്തു രസിച്ച നീ എന്നുമെന്നുള്ളിൽ വാഴേണം കൃഷ്ണ. കാളിന്തി തീരത്തു കൂട്ടരുമൊത്ത കാനന ഭംഗികൾ കണ്ടു രസിച്ച
രസിച്ചും കാലികൾ മേച്ചും കളിച്ചും പുളച്ചും മേളിച്ച നിൻ രൂപം കാണേണം കൃഷ്ണ. കാളിയൻ തന്തലം ഒന്നൊന്നായി കൊച്ചു കാലിനാൽ തല്ലിയവൻ മതം തീർത്ത കാലിക്കൂട്ടത്തെയും കാളിന്തിയെയും പാലിച്ച നിൻ രൂപം കാണേണം കൃഷ്ണ. ഗോപിമാർ മധ്യത്തിലോടക്കുഴലും ഊതിയവർ നൃത്തമാടിക്കളിക്കേ കൂടെ കളിച്ച നീ എന്നുമെന്നുള്ളിൽ ആടലകറ്റി വിളങ്ങേണം കൃഷ്ണ. പാർത്ഥൻ തന്നുൾത്താപം തീർപ്പതിനായി പാർത്തലത്തിനും അനുഗ്രഹമായി നീ തേർത്തട്ടിൽ നിന്നരുളിയ ഗീതാമൃതം പോൽ ആർത്തികൾക്കൗഷധം എന്തുള്ളൂ കൃഷ്ണ. അമ്പാടി തൊട്ടങ്ങു ദ്വാരകയോളം അൻപേറും രംഗങ്ങളനവധിയല്ലോ. ഇമ്പം വരുമാറവയിൽ നടമാടിയ നിന്റെ സമ്പൂർണ്ണ രൂപമേ കാണേണം കൃഷ്ണ. നിന്തിരുനാമത്തിൻ മഹിമയിൽ മുഴുകി അന്തരംഗത്തിൽ നിൻ ദർശനം തേടി എന്തിലും നിന്നാജ്ഞയ്ക്കകമലർ കൂപ്പി കന്നിടാനെന്നും നീ തുണ വേണം കൃഷ്ണ. എന്നുള്ളിൽ മിന്നുന്ന പൊന്നുണ്ണി കൃഷ്ണ, നിന്നെ ഞാനെന്നുമേ കാണേണം കൃഷ്ണ. നിന്നീലലിയേണം എന്നുള്ളം കൃഷ്ണ, നീയല്ലാതൊരുവരും തുണയില്ലേ കൃഷ്ണ. ഇന്ന് കൃഷ്ണൻ്റെ ഒരു കഥ പറയാം. ഭക്തവാത്സല്യത്തിൻ്റെയും ഭക്തന്മാരുടെ സുരക്ഷയ്ക്കുള്ള കരുതലും ഭഗവാൻ എത്ര നന്നായിട്ടാണ് ചെയ്തിരുന്നത് എന്ന ഒരു കഥയാണെന്ന് പറയാം. മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് ഭഗവാൻ പാർത്ഥസാരഥിയായിരുന്നു. അപ്പോൾ ഒരു സാരഥി എന്തൊക്കെ ചെയ്യും, കുതിരക്കാരൻ എന്തെല്ലാം ചെയ്യുമോ അതേപോലെ ഭഗവാൻ ദിവസേന 18 ദിവസമാണ് യുദ്ധമുണ്ടായിരുന്നത്. 18 ദിവസവും തിരികെ വരുമ്പം അർജുനനെ താഴെ ഇറക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുതിരകളെയൊക്കെ അഴിച്ചുവിടും. പിന്നെ വണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു സാരഥി, ഒരു ഡ്രൈവർ ചെയ്യേണ്ട ജോലികളൊക്കെ സന്തോഷമായിട്ട് മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ കൃഷ്ണൻ എല്ലാ ദിവസവും, അതിന് ശേഷമാണ് സ്വയം കുളിയും ഭക്ഷണവും ഒക്കെ കഴിക്കാൻ പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ ദിവസമായി, 18ാം ദിവസം യുദ്ധം എല്ലാം കഴിഞ്ഞു. തിരിച്ചു വന്നു. തിരിച്ചിങ്ങനെ പിന്നെ സ്വന്തം ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പട്ടാള അവരവരുടെ യുദ്ധഭൂമിയിലുണ്ടല്ലോ, അവിടത്തേക്ക് കൂടാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പം അർജുനൻ്റെയൊക്കെ കൂടാരത്തിൻ്റെ അടുത്ത സമയത്തുമ്പോൾ സാധാരണ അവിടെ എത്തി അർജുനനോട് ഇറങ്ങാൻ പറയും. അർജുനൻ മിണ്ടാതെ ഇറങ്ങും, കുതിരകളെ അഴിച്ചുവിടും, അങ്ങനെ പോകും. അന്ന് മാത്രം അർജുനൻ പറഞ്ഞു, ഇല്ല കൃഷ്ണ, ഇത്രയും ദിവസം കൃഷ്ണൻ എനിക്ക് സേവ ചെയ്തില്ല, ഇനി ഞാൻ ഇന്ന് കൃഷ്ണൻ്റെ സേവ ചെയ്യട്ടെ. അതുകൊണ്ട് കൃഷ്ണൻ ആദ്യം ഇറങ്ങൂ, ഞാൻ പിന്നെ ഇറങ്ങിക്കോളാം, ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന പറയണ കേൾക്കണം, ഞാൻ പറയണത് പോലെ ചെയ്തോളൂ, വേഗം താഴെ ഇറങ്ങൂ, ഞാൻ കുതിരകളെയൊക്കെ അഴിച്ചുവിടാൻ പോവാണ്, വേഗം താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അർജുനൻ ഒരേ വാശി, ഇറങ്ങില്ല, ഇല്ല കൃഷ്ണ, ഇന്നത്തെ കാര്യം ഇന്ന് കൃഷ്ണൻ തന്നെ ആദ്യം ഇറങ്ങണം, ഞാനിപ്പോൾ ഇറങ്ങില്ല.
ഒരേ വാശി പിടിക്കുക. അവസാനം കൃഷ്ണൻ അങ്ങനെ രൗദ്രഭാവം എടുക്കാത്ത ആളാണ്, പക്ഷേ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, അർജുന വേഗം താഴെ ഇറങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ വെറുതെ ശരിയാവില്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് അർജുനനെ പിടിച്ച് തള്ളി താഴെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് കുതിരകളെല്ലാം അഴിച്ചു വിട്ടിട്ട് ഭഗവാൻ താഴെ ഇറങ്ങിയ നിമിഷം ആ രഥം തവിട്ട് പൊടിയായി ഭസ്മമായിപ്പോയി. പോയപ്പോഴാണ് അർജുനൻ അന്തിച്ചു പോയി. അർജുനൻ അത്ഭുതം കൊണ്ട് ഇങ്ങനെ വാ പൊളിച്ചു പോയി എന്ന് തന്നെ പറയാം. ആശ്ചര്യചകിതനായിപ്പോയി അർജുനൻ, ഇതെന്താണ് സംഭവിച്ചത് ഇന്ന്? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അർജുന, ഈ യുദ്ധസമയത്ത് നാനാതരത്തിലുള്ള ആഗ്നേയാസ്ത്രം പോലെയൊക്കെയുള്ള നാഗാസ്ത്രം, ആഗ്നേയാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ തേജസ്സാർന്ന ബ്രഹ്മാസ്ത്രം വരെയുള്ള അസ്ത്രങ്ങളാണ് അതിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നത്. അതിനെല്ലാം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തടുത്തു നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ, അർജുനനല്ല, ഭഗവാനാണ് ആദ്യം ഇറങ്ങുന്നതെങ്കിൽ അത് അപ്പം തന്നെ ഭസ്മമായി പോകും, അർജുനൻ ഭസ്മമായി പോകും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അർജുനൻ നിശ്ചയമായിട്ടും താഴെ ഇറങ്ങണമെന്ന്. അപ്പോഴാണ് അർജുനന് മനസ്സിലായത് സർവ്വതും അവിടെ നടന്ന, അത്രയും ദിവസം നടന്ന സർവ്വ സംഭവങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഭഗവാന്റെ മായയാണ്, ഭഗവാന്റെ ലീലകളായിരുന്നു, ഭഗവാന്റെ സങ്കല്പമായിരുന്നു. അതുകൊണ്ട് ഭഗവാനെ മാത്രം അനുസരിക്കുക, ഭഗവാനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഭഗവാന്റെ കാരുണ്യമുണ്ടാകും. ഭഗവാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അനന്യാശ്ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ എന്നെ മാത്രം സങ്കല്പിച്ചുകൊണ്ട്, എന്നെ മാത്രം വിചാരിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളും ഭൗതികവും ആത്മീയവുമായ യോഗക്ഷേമം ഞാൻ സ്വയം തന്നെ നടത്തിത്തരുന്നതാണ് എന്ന് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിലൂടെ ലോകത്തിന് മുഴുവനുമാണ് ഭഗവാൻ ആ സന്ദേശവും ആ പ്രതിജ്ഞയും നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഭഗവാനെ ശരണാഗതരായിക്കൊണ്ട് ഭഗവാനെ നമ്മുടെ പ്രേമഭാജനമാക്കിക്കൊണ്ട്, നമ്മുടെ ഹൃദയവാസിയാക്കിക്കൊണ്ട്, ഹൃദയത്തിൽ നിന്ന് പോകാതെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ സൂക്ഷിച്ച് കാത്തുരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരേ ഒരു കർത്തവ്യം ഭഗവാന്റെ കരിഷ്യേ വചനം തവ, ഭഗവാന്റെ എല്ലാ കാര്യങ്ങളെല്ലാം പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം ഭഗവാനെ, അതാണ് കരിഷ്യേ വചനം തവ. അവസാനം അർജുനൻ 18ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ എനിക്കെല്ലാം മനസ്സിലായി, കരിഷ്യേ വചനം തവ, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. സായിരാം.